നോയിഡയിൽ ശമ്പള വർധന ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചത് പുറത്തുനിന്നുള്ളവരുടെ ഇടപെടൽ മൂലമെന്ന് പോലീസ്. പാക് ബന്ധത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട് 300 പേരെയാണ് പോലീസ് കരുതൽ തടങ്കലിലെടുത്തിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കാൻ പാക് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ യോഗമടക്കം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും നടക്കുന്നുണ്ട്. പക്ഷേ 40,000 പേർ തെരുവിലിറങ്ങാൻ മാത്രം സംഘർഷാത്മകമായ ഒരു സമരത്തെ പുറത്തൊരു രാജ്യം നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് വിവരിക്കാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥർക്ക്? മാധു, ഇന്നലെയാണ് നോയിഡ ഫേസ് 2-ൽ വലിയ തരത്തിൽ പ്രതിഷേധം ഉണ്ടാവുകയും പിന്നീട് സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തത്. വസ്ത്ര കയറ്റുമതി തൊഴിലാളികൾ അടക്കമുള്ള ആളുകളായിരുന്നു പ്രതിഷേധിച്ച് അവർക്ക് മിനിമം വേതനം അടക്കം വർദ്ധിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധം വലിയ സംഘർഷമായി മാറുകയും 300ഓളം പേരെ ഇന്നലെ തന്നെ കരുതൽ കസ്റ്റഡിയിലെടുക്കുകയും അതിൽ 100 പേരെ ചോദ്യം ചെയ്ത സാഹചര്യമുണ്ട്. ഒപ്പം ഇതിൽ 7 FIRകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ തൊഴിൽ മന്ത്രിയായ അനിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിലൊരു പാകിസ്ഥാൻ ബന്ധം ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ പാക് ബന്ധം ഉണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നത്. പുറത്തുനിന്നുള്ള ആളുകൾ നോയിഡയിൽ എത്തി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് അതുമായി ബന്ധപ്പെട്ട് നോയിഡ പോലീസ് വ്യക്തമാക്കുന്നു. പ്രധാനമായും ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അടക്കം ഒരു സംഘം ഇതിൽ ഇടപെട്ടുകൊണ്ടാണ് വലിയ തരത്തിൽ പ്രതിഷേധത്തെ സംഘർഷമാക്കി മാറ്റിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും പാക് ബന്ധം അടക്കം അന്വേഷിക്കുന്നുണ്ട്. കാരണം ഏത് തരത്തിലാണ് ഇതിൽ മറ്റ് ആളുകൾ നുഴഞ്ഞു കയറിയ പ്രതിഷേധം അക്രമാസക്തമാക്കിയെന്ന കാര്യമാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. നിലവിൽ അതിനൊരു സ്ഥിരീകരണം എന്താണെങ്കിലും വന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ ആരോപണമായി BJP നേതാക്കളും ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്നും ചില പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇന്നലെ വലിയ തരത്തിൽ വാഹനങ്ങൾ, പ്രത്യേകിച്ച് പോലീസ് വാഹനങ്ങൾ അടക്കം കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ബൈക്കുകൾ കത്തിച്ചു. അത്തരത്തിൽ വലിയ അക്രമാസക്തമായാണ് പ്രതിഷേധം ഇന്നലെ മുന്നോട്ട് പോയത്. അതിനു പിന്നാലെ പോലീസ് കൂടുതൽ ഫോഴ്സിനെ വിന്യസിക്കുകയും പിന്നീട് ക്രമസമാധാനം സാധാരണയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ പ്രതിഷേധങ്ങൾ അവിടെ ചെറുതായി ഉണ്ട് എന്ന് പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളെ പാക് ബന്ധം സ്ഥാപിക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികളടക്കം.